വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. കാരണം അത് തിരിച്ചറിയുന്നത് തന്നെ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് പാളത്തിലൊരു ബോഡി കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ട്രെയിൻ ഓടാത്ത പാളത്തിനരികിൽ ഒരു ബോഡി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനുണ്ടാകുന്ന സംശയം വലുതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ CCTV പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അതിൽ നടന്നു വരുന്നതായിട്ടും അതിനുശേഷം ഈ കുറച്ചു സമയങ്ങൾക്ക് ശേഷം പുരുഷൻ മാത്രമായിട്ട് തിരികെ പോകുന്നതും അയാളുടെ വസ്ത്രത്തിൽ ഷർട്ടില് രക്തക്കറി ഉള്ളതായിട്ടും പോലീസിന്റെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ കേസിന്റെ തെളിവിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു മൊബൈൽ ഫോൺ അവിടെ നിന്ന് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മരണപ്പെട്ടത് കോട്ടയം ചിങ്ങവനം സ്വദേശി സുധാമണി എന്ന 46 വയസ്സുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഹൈക്കോടതിയിലെ മുൻ ജീവനക്കാരനായ ഈ പൊന്നുരുങ്ങി സ്വദേശിയായിട്ടുള്ള ഒരു ഷാജി എന്ന് പറയുന്ന ആള്, അയാൾ ഇപ്പോഴും സർക്കാർ ജോലിയിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാക്കനാട് കമ്പനി ലോ ട്രൈബ്യൂണലിൽ അയാൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ 63 വയസ്സുള്ള അയാള് ഒരു സർക്കാർ ജോലി, അതും നിയമവുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്ത് വിരമിച്ചതിന് ശേഷം വീണ്ടും നിയമവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഈ സ്ത്രീയുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ അടുപ്പം, പരിചയം, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ കാലങ്ങളായിട്ട് ഉള്ള ബന്ധമാണ് തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഏതോ കാരണവശാല് ഇവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവരെ ആളൊഴിഞ്ഞ ഈ വൈറ്റില മേൽപ്പാലത്തിന് താഴ്വശത്ത് ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം കുറഞ്ഞ പ്രദേശത്ത് സാധാരണ സാമൂഹ്യ വിരുദ്ധരും മറ്റും ഒത്തുകൂടാറുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് കരിങ്കല്ല് കൊണ്ട് ഇടിച്ച് തലക്കേറ്റ പരിക്കാണ് ഇതിൽ ഏറ്റവും കാഠിന്യവും മരണകാരണവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എങ്ങനെയെങ്കിലും അവിടെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യ പോലെ ചിത്രീകരിക്കാൻ സാധിക്കുമെന്നുള്ളതായിരിക്കാം ചിലപ്പം നിയമബോധമുള്ള ഈ പ്രതിയുടെ ലക്ഷ്യം. എന്താണെങ്കിലും ഏതോ കാരണത്താൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളെ തെളിവുകൾ പൂർണ്ണമായിട്ടും പോലീസിന് ശേഖരിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, ഇപ്പോൾ ഇയാളെ വിളിച്ചു വരുത്തിയത്, ഇവർ തമ്മിലുള്ള കോൾ ഡീറ്റെയിൽസ്, ഇവർ പോയിട്ടുള്ള ലോഡ്ജുകൾ, അല്ലെ ഇവർ പോയിട്ടുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം തെളിയിക്കാൻ പറ്റും. ആ CCTV ഫുട്ടേജ് തന്നെ ഏറ്റവും വലിയൊരു തെളിവാണ്. അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവർ നടന്നു വരുന്നതും പോകുന്നതും ഇവർ ഒരുമിച്ച് വന്നു പോയ സ്ഥലങ്ങളും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അന്വേഷണത്തിന്റെയോ തെളിവ് ശേഖരണത്തിന്റെയോ ഏകദേശം ഒരു 70% കഴിഞ്ഞുവെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഈ മൊബൈൽ ഫോണോ CCTVയോ ഇല്ലാതെ ഇരുന്നുവെങ്കിൽ ഇതൊരു കൊലപാതകം പോലും അല്ലാതെ പോകുമായിരുന്ന ഒരു കേസിനെയാണ് പോലീസ് ഇപ്പോൾ തെളിയിച്ചെടുത്തിരിക്കുന്നത്. പ്രതിയെ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ച് നിയമത്തിന്റെ കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. നിയമം അറിയാവുന്ന ഒരാൾ ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇത്. അഭിഹിത ബന്ധത്തിന്റെ പരിണിത ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. അതിനെ പോലീസിനെ തെളിയിക്കുവാന് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും. തെളിവുകൾ മുന്നോട്ട് തന്നെ വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.